ശ്രീ എം വി ഗോവിന്ദൻ മീഡിയ വൺ ചാനലിനെ പറ്റി വളരെ വസ്തുതാപരവും സത്യസന്ധവുമായ ഒരു കാര്യം ഈയിടെ തുറന്നു പറയുകയുണ്ടായി. കാളകൂട വിഷം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത്. അതിനെപ്പറ്റി അതിലിരിക്കുന്ന ഒരു ജയചന്ദൻ എന്ന് പറയാവുന്ന പ്രമോദ് രാമൻ ഒരു വലിയ ആർട്ടിക്കിൾ എഴുതി വിട്ടിട്ടുണ്ട്. അറിയാം, ഞങ്ങൾക്കറിയാം, നിങ്ങൾ പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവരാണ്. കാരണം പണം കിട്ടിയാൽ സ്വന്തം സംസ്കാരത്തെയും രാജ്യത്തെയും ഒറ്റുകൊടുക്കാൻ നടക്കുന്നവരാണ്. ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഗാസയെക്കുറിച്ചും അതുപോലുള്ള ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കുന്നതിനെ കുറിച്ചും അല്ലാതെ എന്താണ് മീഡിയ വണ്ണിനൊക്കെ പറയാനുള്ളത്? ഇന്ത്യക്കാരെ കുറിച്ച് എന്തെങ്കിലും അവർക്ക് വിഷമമുണ്ടോ? പിന്നെ ഇവിടെ മുസ്ലിം സമുദായം ഇല്ലാതായി വരുന്നു എന്ന് പറയുന്ന പ്രമോദ് രാമൻ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് സമയത്തുണ്ടായിരുന്നേക്കാൾ 7 ഇരട്ടിയിലധികമാണ് ഇന്ന് ഇവിടുത്തെ മുസ്ലിം ജനസംഖ്യ എന്നുള്ളത്. അത് ഇവിടെ പീഡനം ഉണ്ടായതുകൊണ്ടാണോ? അന്ന് പാകിസ്ഥാനിലുണ്ടായിരുന്ന 28% ജനങ്ങൾ ഇന്ന് 1% താഴെയാണ്. ബംഗ്ലാദേശിലുണ്ടായിരുന്ന 33% മറ്റ് മൈനോറിറ്റീസ്, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടങ്ങുന്നവർ ഇന്ന് 7% താഴെയാണ്. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇന്ന് ബംഗ്ലാദേശിൽ നിന്ന് നടക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയല്ല അത് ചെയ്യുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലല്ലേ ഇന്ത്യയിലുമുള്ളത്, കേരളത്തിലുള്ള മീഡിയ വൺ അല്ല എന്ന് പറയാൻ പറ്റുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ എത്ര പേർ പറഞ്ഞു ഞങ്ങൾ, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ആശയം വിട്ടിട്ടില്ല എന്ന്? അവരുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞില്ലേ ഈയിടെ, അങ്ങനെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാതെ പ്രാർത്ഥന പോലും ചെയ്യുന്നത് ശരിയല്ല എന്നവർ പറഞ്ഞ് പിന്നെയും പറഞ്ഞതല്ലേ. അപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ അറിയാതെ പറഞ്ഞു പോയ ഒരു ശരിയെ ഈ പറയുന്ന എന്താണ് പറയുന്നത്, പണം വാങ്ങി രാജ്യത്തിനെയും സംസ്കാരത്തെയും വിൽക്കുന്ന ഒരാൾ അതിനെ എതിർക്കുന്നത് വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ്, മ്ലേച്ഛമാണത്. സത്യമായിട്ട് പറയട്ടെ, നിങ്ങൾക്ക് ആവശ്യം പണമാണ്. ആ പണം കിട്ടുന്നവരുടെ കൂടെ നിങ്ങൾ നിൽക്കും. അതുകൊണ്ട് അതങ്ങ് സമ്മതിക്കുക. പണം കിട്ടിയാൽ നിങ്ങൾ എന്തും ചെയ്യും. ഞങ്ങൾ കുറേ നാളായി കാണുന്നു കേട്ടോ. അത് മതി.